നമസ്കാരം. എഡിറ്റേഴ്സ് അനാലിസിസിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ബാബറി മസ്ജിദ് കർസേവകരാൽ തകർക്കപ്പെട്ടതിൻ്റെ ഓരോ വാർഷിക സ്മരണയും ചരിത്രത്തിലെ വലിയൊരു മുറിവിൻ്റെ നീറ്റൽ നമ്മിൽ പലരിലും അനുഭവിപ്പിച്ചേക്കും. ചരിത്രത്തിൻ്റെ ആ മുറിവിൽ ഉപ്പിടുന്നത് എന്തിന് എന്ന ചോദ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജസ്ഥാനിൽ ഡിസംബർ 6-ന് ബാബറി പള്ളി തകർക്കപ്പെട്ടതിൻ്റെ വാർഷിക ദിനത്തിന് സ്കൂളുകളിൽ ശൗര്യ ദിവസ് അഥവാ ധീരതാ ദിനം ആയി ആചരിക്കാൻ നൽകിയ ഉത്തരവ്. ആ ഉത്തരവ് പിൻവലിക്കപ്പെട്ടുവെങ്കിലും ചരിത്രത്തിൻ്റെ മുറിവിൽ നിങ്ങൾ ഇടാൻ പോകുന്ന ഉപ്പിനെക്കുറിച്ചുള്ള ചർച്ചകൾ അത് ചോര എരിയുന്ന ഓർമ്മയാക്കി നിലനിർത്തും. ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതേതര മൂല്യങ്ങളെയും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒന്നായിരുന്നു രാജസ്ഥാൻ സർക്കാർ ബാബറി പള്ളി തകർത്തതിൻ്റെ വാർഷിക ദിനമായ ഡിസംബർ 6-ന് സ്കൂളുകളിൽ ശൗര്യ ദിവസ് അഥവാ ധീരതാ ദിനം ആയി ആചരിക്കാൻ നൽകിയ ഉത്തരവ്. തുടർന്ന് ആ ഉത്തരവ് പിൻവലിച്ചുവെങ്കിൽ പോലും വർത്തമാന ഇന്ത്യയുടെ വർഗീയതയുടെ അണിയറയിൽ ഇതേപോലെയുള്ള ശൗര്യ ദിവസ് പോലെയുള്ള ശൗര്യം പ്രകടിപ്പിക്കേണ്ട പലതരം ഹിന്ദി സംസ്കൃത ശീർഷകങ്ങൾ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത്. ഒറ്റനോട്ടത്തിൽ ഒരു സർക്കാർ ഉത്തരവ് പിൻവലിച്ചതിൽ എന്തിരിക്കുന്നുവെന്ന് തോന്നാം. എന്നാൽ ഈ ഉത്തരവ് പുറത്തിറക്കിയതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അത് രാജസ്ഥാനിൽ മാത്രമല്ല നമ്മുടെ പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഉണ്ടാക്കാൻ ശ്രമിച്ച വിഭജനത്തിൻ്റെ ആഘാതം എന്നിവ നമ്മൾ പരിശോധിക്കാതെ മുന്നോട്ട് പോകരുത്. ഈ സംഭവം ഒരിക്കൽ കൂടി തെളിയിക്കുന്നത് നമ്മുടെ രാജ്യത്ത് മതത്തിൻ്റെയും അതിൻ്റെ ധീരതയുടെയും, ആ ധീരത എന്നുള്ളത് ഉദ്ധരണിക്കകത്തിട്ട് പറയേണ്ടി വരും, മതത്തിൻ്റെയും അതിൻ്റെ ധീരതയുടെയും പേരിൽ ന്യൂനപക്ഷങ്ങളോട് ശൗര്യം പ്രകടിപ്പിക്കാൻ ഒരു വിഭാഗം ആളുകൾക്കുള്ള ആസൂത്രിതമായിട്ടുള്ള ത്വരയാണ്. എന്താണ് ഡിസംബർ 6 എന്ന് പറയുന്നത്? 1992 ആ ദിവസം ഇന്ത്യയുടെ മതേതരത്വത്തിനേറ്റ ഏറ്റവും വലിയ പ്രഹരങ്ങളിലൊന്നാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബാബരി മസ്ജിദ് ഒരു കൂട്ടം കർസേവകരാൽ തകർക്കപ്പെട്ടു. ആ സംഭവം രാജ്യത്തുടനീളം കലാപങ്ങൾക്ക് വഴിവെച്ചു. നൂറുകണക്കിന് മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇന്ത്യയുടെ മതേതര സൗഹൃദം ശിഥിലമായി. ഇന്ത്യൻ ജുഡീഷ്യറി ആ വിഷയത്തിൽ പിന്നീട് ഇടപെട്ടു. സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധിയിലൂടെ ആ ഭൂമി രാമക്ഷേത്ര നിർമ്മാണത്തിനായി വിട്ടുകൊടുക്കുകയും പള്ളി പണിയുന്നതിനായിട്ട് പകരം സ്ഥലം അനുവദിക്കുകയും ചെയ്തു. നിയമപരമായിട്ടുള്ള പോരാട്ടത്തിലൂടെ ആ വിഷയം ഒരർത്ഥത്തിൽ അവസാനിപ്പിച്ചതാണ് എന്ന് പറയാൻ കഴിയും. എന്നാൽ രാജസ്ഥാൻ സർക്കാരിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി മദൻ ദിലാവർ കൊണ്ടുവരാൻ ശ്രമിച്ച ശൗര്യ ദിവസ് എന്ന ആശയം കോടതിയുടെ വിധിയേക്കാളും മതേതരത്വത്തിൻ്റെ മൂല്യങ്ങളെക്കാളും വലുത് വിഭജനത്തിൻ്റെ ഓർമ്മകൾക്ക് തീ കൊടുക്കലാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് തുല്യമായിരുന്നില്ലേ? തൽക്കാലത്തേക്ക് പിൻവലിക്കപ്പെട്ട ഉത്തരവിലെ നിർദ്ദേശങ്ങൾ നമ്മൾ ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. സർക്കാർ സ്കൂളുകളിലും സ്വകാര്യ സ്കൂളുകളിലും ഡിസംബർ 6-ന് ശൗര്യ ദിവസ് ആഘോഷിക്കണം. എന്തിനു വേണ്ടി? ദേശസ്നേഹം, ദേശീയത, ധൈര്യം, സാംസ്കാരിക അഭിമാനം, ദേശീയ ഐക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ. ഇന്ത്യൻ സംസ്കാരത്തെയും രാമക്ഷേത്ര പ്രസ്ഥാനത്തെയും കുറിച്ചുള്ള പ്രസംഗ ഉപന്യാസ മത്സരങ്ങൾ നടത്തണം. അയോധ്യ ക്ഷേത്രത്തെ പ്രമേയമാക്കി ചിത്രരചനയും പോസ്റ്റർ നിർമ്മാണവും നടത്തണം. ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. കുട്ടികളിൽ ദേശസ്നേഹം വളർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിന് നമുക്ക് മഹത്തായ നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ കഥകളുണ്ട്, ശാസ്ത്രജ്ഞരുണ്ട്, സാമൂഹിക പരിഷ്കർത്താക്കളുണ്ട്. അവരെ പരിചയപ്പെടുത്താം. ദേശീയതയും ഐക്യവും വളർത്താൻ ഭിന്നിപ്പുകൾക്കതീതമായിട്ട് നമ്മൾ എന്താണ് എന്ന് നമുക്ക് പഠിപ്പിക്കാം. പഠിപ്പിക്കേണ്ടത് നമ്മൾ ഒന്നാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ബാബരി പള്ളി തകർത്തതിൻ്റെ വാർഷിക ദിനത്തിൽ ആ തകർക്കലിന് കാരണമായ പ്രസ്ഥാനത്തെ മഹത്വവൽക്കരിക്കുന്നത് ഏതു തരത്തിലുള്ള ദേശീയ ഐക്യമാണ് വളർത്തുന്നത്? അതൊരു സാംസ്കാരിക ആഘോഷമല്ല, രാഷ്ട്രീയ പ്രോത്സാഹനമാണ്. അതൊരു പഠന വിഷയമല്ല, പകരം ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ സ്കൂളിൻ്റെ പാഠ്യപദ്ധതിയിലേക്ക് തിരികെ കയറ്റാനുള്ള ശ്രമമാണ്. രാമജന്മഭൂമി പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് പ്രചോദനകരമാണ് എന്നാണ് മന്ത്രി ദിലാവർ പറയുന്നത്, രാജസ്ഥാനിലെ മന്ത്രി. ഒരു പ്രത്യേക മതം അവരുടെ ആരാധനാലയത്തിനായി നടത്തിയ പോരാട്ടം എങ്ങനെയാണ് ഇന്ത്യയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ദേശീയ ഐക്യത്തിൻ്റെ ആത്മാവ് നൽകുന്നത്? ഇത് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ, ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള അധ്യാപകരെ, ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള രക്ഷിതാക്കളെ എങ്ങനെയായിരിക്കും അന്വൽക്കരിക്കുന്നത്? ചരിത്രത്തിലെ ഒരു മുറിവ് പതുക്കെ ഉണങ്ങാൻ തുടങ്ങുമ്പോൾ അതിൽ മനഃപൂർവ്വം വീണ്ടും ഉപ്പിടാൻ ശ്രമിക്കുകയാണ് ഈ നീക്കത്തിലൂടെ ഭരണകൂടം ചെയ്യുന്നത്. ശൗര്യ ദിവസ് എന്ന പേര് തന്നെ ഒരു അപകടകരമായിട്ടുള്ള ധ്വനി നൽകുന്നുണ്ട്. ശൗര്യം എന്നാൽ ധൈര്യം. എന്തിനോടുള്ള ധൈര്യം? ആരുടെ ധൈര്യം? ബാബരി മസ്ജിദ് തകർത്തത് ശൗര്യമായിട്ടാണ് ഒരു വിഭാഗം ഇപ്പോഴും കാണുന്നത്. എന്നാൽ മറ്റൊരു വിഭാഗത്തിന് അത് അവരുടെ ആരാധനാലയം തകർക്കപ്പെട്ടതിൻ്റെ വേദനയാണ്, ഭീതിയാണ്. ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് ഒരു വിഭാഗത്തിൻ്റെ വേദനയുടെ ദിനം മറ്റൊരു വിഭാഗത്തിൻ്റെ ശൗര്യ ദിനമായി ആഘോഷിക്കാൻ സർക്കാർ നിർബന്ധിക്കുമ്പോൾ അത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരാണ്.
ഇന്ത്യൻ മതേതരത്വം എന്നത് സർവധർമ്മ സമഭാവന മാത്രമല്ല, ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണം കൂടിയാണ്. ഒരു വിഭാഗം ആളുകൾ തങ്ങളുടെ ശക്തിയും അധികാരവും ഉപയോഗിച്ച് മറ്റൊരു വിഭാഗത്തിൻ്റെ മുറിവിൽ ആഹ്ലാദം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ശൗര്യമല്ല, അത് അധികാരധാർഷ്ട്യമാണ്. നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ വളരേണ്ടത് മമതയാണ്, സൗഹൃദമാണ്. വ്യത്യസ്ത മതങ്ങളുടെ സംസ്കാരങ്ങളുടെ സൗന്ദര്യം അവർ തിരിച്ചറിയണം. മതങ്ങളില്ലാതിരിക്കുന്നതിൻ്റെ സൗന്ദര്യവും തിരിച്ചറിയണം. പകരം ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ വിജയാഘോഷം മറ്റുള്ളവരുടെ വേദനയുടെ ദിനത്തിൽ അടിച്ചേൽപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ മതേതര ഭാവിയെ ചോദ്യം ചെയ്യുന്നു. വിദ്യാഭ്യാസം എന്നത് രാഷ്ട്രത്തിൻ്റെ ഭാവി പൗരന്മാരെ രൂപപ്പെടുത്തുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഉപകരണമാണ്. പാഠ്യപദ്ധതികളിലൂടെ ചരിത്രത്തെ വളച്ചൊടിക്കാനോ ഒരു പ്രത്യേക രാഷ്ട്രീയ അജണ്ട കുട്ടികളിലേക്ക് കുത്തിവെക്കാനോ ശ്രമിക്കുന്നത് ലോകമെമ്പാടുമുള്ള ജനാധിപത്യ രാജ്യങ്ങൾ ഗൗരവമായിട്ട് കാണുന്ന വിഷയമാണ്. ചരിത്രം പഠിപ്പിക്കണം, ആഘോഷിക്കരുത്. ബാബരി സംഭവം ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ എല്ലാ വശങ്ങളും, പ്രത്യേകിച്ച് പ്രസ്ഥാനങ്ങൾ, കോടതി വിധികൾ, അതിനെ തുടർന്നുള്ള സംഭവങ്ങൾ, അതെല്ലാം ചരിത്രപരമായിട്ടുള്ള വസ്തുതയായിട്ട് പഠിപ്പിക്കാം. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ പക്ഷത്തെ മാത്രം ശൗര്യം എന്ന പേരിൽ ആഘോഷിക്കാൻ ശ്രമിക്കുന്നത് ചരിത്രത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള ഉദാഹരണമാണ്. മതം സ്കൂളിലേക്ക് വേണ്ട. ഭരണകൂടം സ്കൂളുകളിൽ മതപരമായിട്ടുള്ള ചടങ്ങുകളോ ഒരു പ്രത്യേക മതത്തിൻ്റെ വിജയാഘോഷങ്ങളോ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് കൃത്യമായിട്ടും മതേതരത്വത്തെ തകർക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് സ്കൂളുകളിലെ അസംബ്ലികളിൽ പ്രാർത്ഥനയ്ക്ക് പകരം ഭരണഘടന വായിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മളുടെ സ്കൂളുകൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാറാൻ കഴിയണം എന്നുള്ള വിചാരം വരുന്നത്. പൊതുപരിപാടികളിൽ പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയിൽ വിശ്വസിക്കാത്ത യുക്തിവാദികൾ കൂടി അടങ്ങുന്ന ഒരു രാഷ്ട്രത്തിൽ അവരെ അപമാനിക്കുന്നതും തുല്യമല്ലേ എന്നുള്ള ചോദ്യം വരുന്നു. പ്രാർത്ഥനയോ മറ്റു കാര്യങ്ങളോ അത് മതവുമായി ബന്ധപ്പെട്ടതാണ്. പൊതുപരിപാടികളിൽ അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ഒഴിവാക്കപ്പെടുന്നു, ഭരണഘടന വായിക്കപ്പെടുന്നു എന്നുള്ള നിലയിലേക്ക് സാർവലൗകികമായിട്ട് എല്ലാ രാജ്യങ്ങളിലും ഏറ്റവും പ്രധാനം അവിടെ ഇരിക്കുന്ന ഭരണഘടനയായിട്ട് മാറുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം സംഭവങ്ങൾ ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ പല സംസ്ഥാനങ്ങളിലും നടന്നിട്ടുണ്ട്. പാഠപുസ്തകങ്ങളിൽ ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ, ആ വസ്തുതകളെ മാറ്റിമറിക്കുന്ന പ്രവണത, അല്ലെങ്കിൽ ചില വിഷയങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കുന്ന പ്രവണത, ഈ നീക്കങ്ങളൊക്കെ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. അപ്പോൾ രാജസ്ഥാനിലെ ഈ ഉത്തരവ് ഈ ശൗര്യ ദിവസമായിട്ട് ബാബറി മസ്ജിദ് ദിനത്തെ ആചരിക്കുകയും ആഹ്ലാദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ആ ഉത്തരവ് ഈ പറയുന്ന അജണ്ടയുടെ ഒരു പുതിയ രൂപമായിട്ടായിരുന്നു. എന്തായാലും സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആ ഉത്തരവ് പിൻവലിക്കപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ പിൻവലിച്ചിട്ട് പോലും രാജസ്ഥാനിലെ മന്ത്രിയുടെ ന്യായീകരണം ശ്രദ്ധേയമാണ്. പരീക്ഷ നടക്കുന്നതിനാൽ മറ്റ് പരിപാടികൾ നടത്താൻ കഴിയില്ല, അതുകൊണ്ട് ആഘോഷങ്ങൾ മാറ്റിവെച്ചു. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അതായത് ഉത്തരവ് പിൻവലിച്ചിട്ടില്ല, താൽക്കാലികമായിട്ട് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ നടപടി താൽക്കാലികമായിട്ട് പിൻവലിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് വലിയ തോതിലുള്ള പൊതുജന പ്രതിഷേധവും വിദ്യാഭ്യാസ വിദഗ്ധരിൽ നിന്നും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ഉയർന്ന എതിർപ്പുകളുമാണ്. ഒരു മതേതര സർക്കാർ ഇത്തരമൊരു ഉത്തരവ് ഇറക്കിയതിൻ്റെ പേരിൽ അന്താരാഷ്ട്ര തലത്തിൽ പോലും നാണക്കേടുണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പരീക്ഷ എന്ന കാരണം പറഞ്ഞ് തൽക്കാലം മുഖം രക്ഷിക്കാൻ സർക്കാർ ശ്രമിച്ചത്. ഇവിടെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്: ഒരു വിഷയത്തിൽ ഇത്രയധികം രാഷ്ട്രീയ വിഭജനമുണ്ടാക്കുകയും ഒരു വിഭാഗം ജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ആഘോഷം ഒരു മതേതര രാജ്യത്തിൻ്റെ സ്കൂളുകളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് മതേതര ഭരണകൂടത്തിന് ഭൂഷണമാണോ എന്നുള്ളതാണ് ആ ചോദ്യം. നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി പറഞ്ഞത് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന തത്വങ്ങൾ ഒന്നാണ് എന്നാണ്. ഭരണഘടനാ ശില്പിയായിട്ട് ഡോക്ടർ BR അംബേദ്കർ വിഭാവനം ചെയ്തത് ജാതി മതഭേദമന്യേ എല്ലാവർക്കും തുല്യതയും നീതിയും ലഭിക്കുന്ന ഒരു ഇന്ത്യയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംരക്ഷിക്കപ്പെടണം. സ്കൂളുകൾ എല്ലാ കുട്ടികൾക്കും സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളായിട്ട് മാറണം. അവിടെ മതം അടിച്ചേൽപ്പിക്കപ്പെടാൻ പാടില്ല. മതേതര ബോധം വളർത്തുകയാണ് വേണ്ടത്. കുട്ടികളെ ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സംസ്കാരത്തെക്കുറിച്ചും ബഹുസ്വരതയെക്കുറിച്ചും പഠിപ്പിക്കണം. നീതി ഈ കാര്യത്തിൽ വേഗത്തിൽ ലഭ്യമാവുന്ന രീതിയിൽ കാര്യങ്ങൾ വരികയും ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള വിഭജനപരമായിട്ടുള്ള ഉത്തരവുകൾ വരുന്ന നിമിഷം തന്നെ കോടതികൾക്കും നിയമപരമായിട്ടുള്ള സംവിധാനങ്ങൾക്കും ഉടൻ ഇടപെട്ടുകൊണ്ട് തടയാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം. ഇത്തരത്തിലുള്ള ഉത്തരവുകൾ വരുമ്പോൾ ആ ഉത്തരവ് വന്ന് അത് രാജ്യവ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പോലും പാടുള്ളതല്ല. ശൗര്യ ദിവസ് എന്ന വാക്ക് വരുമ്പോൾ തന്നെ അത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ദിവസം തന്നെ വരുമ്പോൾ അവിടെ ഇടപെടാൻ കഴിയുന്ന ഒരു നിയമപരമായിട്ടുള്ള ഇടപെടലിൻ്റെ സാധ്യത കോടതികളും അതേപോലെ തന്നെ നിയമപരമായിട്ടുള്ള സംവിധാനങ്ങളും ആലോചിക്കേണ്ടതുണ്ട് ഭാവിയിലും എന്നുള്ളതാണ് ഈ ശൗര്യ ദിവസ് ആഹ്വാനവും അതിനുശേഷം അത് പിൻവലിക്കലും ഒരുമിച്ച് ചേരുമ്പോൾ നമ്മൾക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത്.
എന്തായാലും രാജസ്ഥാൻ സർക്കാരിൻ്റെ ഈ നടപടി എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ ധൈര്യത്തിൽ ന്യൂനപക്ഷങ്ങളെ കൂടുതൽ അരികുകളിലേക്ക് തള്ളി മാറ്റാനും ഭൂരിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ അജണ്ടകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ നടപ്പാക്കാനുമുള്ള ശ്രമങ്ങൾ ഇനിയും ഉണ്ടാകാം എന്നുള്ളതാണ്. അണിയറയിൽ ഇതേപോലെയുള്ള ഇഷ്ടംപോലെ പദപ്രയോഗങ്ങൾ, അത് വെറും പദപ്രയോഗങ്ങളല്ല, ശൗര്യ ദിവസ് എന്നതുപോലെ തന്നെ വേറെ അനേകം പദപ്രയോഗങ്ങൾ സംസ്കൃതത്തിലും ഹിന്ദിയിലുമൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അത് നടപ്പാക്കപ്പെടുന്നത് ഏതൊക്കെ പശ്ചാത്തലത്തിൽ, ഏതൊക്കെ സന്ദർഭങ്ങളിൽ എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾക്ക് സാക്ഷിയാകേണ്ടി വരുമെന്നതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതേപോലെ അത് പിൻവലിക്കപ്പെടുന്നു, താൽക്കാലികമായിട്ടെങ്കിലും പിൻവലിക്കപ്പെടുന്നു. അതിൻ്റെ ആശ്വാസത്തിൽ അമർന്നിരിക്കുകയല്ല. ഒരു മതേതര രാജ്യത്ത്, മതനിരപേക്ഷ രാജ്യത്ത് ഏതൊക്കെ രീതിയിൽ ഭരണഘടനയെ അടിസ്ഥാനമാക്കി ജനങ്ങൾ പുരോഗമനപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകണം എന്നതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ലംഘിക്കപ്പെടുന്ന ഓരോ സമയത്തും അതിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവാൻ സന്നദ്ധമായിരിക്കണം. അതിനെ ചെറുക്കാൻ ഓരോ പൗരനും ഭരണഘടനയുടെ കാവലാളായിട്ട് മാറേണ്ടതുണ്ട്. അതുകൊണ്ട് ശൗര്യ ദിവസ് അല്ല, ഡിസംബർ 6 നമ്മൾക്ക് വേണമെങ്കിൽ ഒരു സമന്വയ ദിവസം അല്ലെങ്കിൽ സമന്വയത്തിൻ്റെ ദിനം ആക്കി മാറ്റാൻ കഴിയണം. രാജ്യത്തിൻ്റെ മുറിവുകൾ ഉണക്കാനും നീതിയുടെ പ്രാധാന്യം ഓർക്കാനും മതേതരത്വം കൂടുതൽ ശക്തമാക്കാനുമുള്ള ഒരു ദിനം എന്നുള്ള നിലയ്ക്ക് കൂടി ഒരു പക്ഷേ ഡിസംബർ 6 മാറേണ്ടതുണ്ട്. അതായിരിക്കണം ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ശൗര്യം എന്ന് മാത്രമേ ഈ നിമിഷങ്ങളിൽ തൽക്കാലത്തേക്ക് പറയാൻ കഴിയുന്നുള്ളൂ.